ആന്റണി രാജുവിന്റെ വിലക്ക് തുടരുമെങ്കിലും തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കേണ്ട എന്ന നിലപാടിൽ CPIM പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് CPIMന്റെ നീക്കം. ഇക്കാര്യം CPIM നേതൃത്വം ആന്റണി രാജുവുമായി ചർച്ച ചെയ്യും. അർജുൻ രാജുണ്ട്. അർജുൻ, എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു ഏറ്റവും ഒടുവിൽ? ആനന്ദ്, CPIM തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതേസമയത്ത് തിരുവനന്തപുരം സെൻട്രലിൽ ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ ഇടതുമുന്നണിയിൽ നടക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക ആന്റണി രാജുവിനെ കൂടി മുഖവിലേക്ക് എടുത്തായിരിക്കും. ഈ സീറ്റ് കേരള ജനാധിപത്യ കോൺഗ്രസിന് തന്നെ വേണം എന്നുള്ള ആവശ്യം ആന്റണി രാജു കഴിഞ്ഞ ദിവസവും AKL സെന്ററിൽ ചെന്ന് CPIM നേതൃത്വത്തോടെ ആവശ്യപ്പെട്ടിരുന്നു. അയോഗ്യത തുടരുന്ന പശ്ചാത്തലത്തിലും ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. സ്വാഭാവികമായും ഇനി അടുത്ത സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നുള്ള ആലോചനകളാണ് നടക്കുന്നത്. ആ ഘട്ടത്തിൽ ഒരു പൊതു സ്വതന്ത്രം നിർത്തിക്കഴിഞ്ഞാൽ വിജയസാധ്യത ഉണ്ടാകുമെന്നാണ് CPIM പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് CP ജോണാണ് സ്ഥാനാർത്ഥി. ശക്തമായിട്ടുള്ള മത്സരത്തിലുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള ഇടം കൂടിയാണ് അവിടെ. CPIM ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര വിജയസാധ്യത ഇല്ല എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതേസമയത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു പൊതു അഭിപ്രായം രൂപപ്പെട്ട് ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. അതിന്റെ ആലോചന തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സമ്മതനായിട്ടുള്ള ഒരാളെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിലേക്ക് CPIM മുന്നിട്ടിറങ്ങുകയാണ്. അത് ആന്റണി രാജുവുമായി കൂടി ചർച്ച ചെയ്ത ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. വ്യക്തമാണ്. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ആന്റണി രാജുവിന് മത്സരിക്കാനാകില്ല, പകരം CPIM സീറ്റ് ഏറ്റെടുക്കില്ല. പക്ഷേ ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കും. അത് ആന്റണി രാജുവുമായി ചർച്ച ചെയ്ത ശേഷമാകും എന്ന വിവരങ്ങളാണ് അർജുൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.